ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ബ്രെഡ് വെച്ചിട്ടൊരു ഈസി റെസിപ്പിയാണ് കേട്ടോ. ഈവനിങ് റെസിപ്പിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ കണ്ടതിന് ശേഷം ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഒരു 3 കോഴിമുട്ട ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ മുട്ടയിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചി ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്താൽ മതി. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഒന്നങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. നമ്മൾ മുളകുണ്ടല്ലോ, മുളകൊന്ന് ചതച്ചെടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വറ്റൽമുളക്. അപ്പോൾ ഇതിന് പകരം പച്ചമുളക് വേണമെങ്കിലും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. പച്ചമുളക് ആകുമ്പോൾ കുട്ടികൾക്ക് കടിക്കുന്ന സമയത്തൊക്കെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവില്ല, അതുകൊണ്ടാട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്യുന്ന പോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ഗരം മസാല ഏതെങ്കിലും ഒന്ന് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു മുട്ടയുടെ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കുമല്ലോ, അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കണമെന്ന് പറയുന്നത് കേട്ടോ. നല്ല രീതിയിലൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു പാന് നമുക്ക് അടുപ്പത്ത് വെക്കാം. ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഓരോ സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഈ ഒരു മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യാം. ഇങ്ങനെ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള ഉള്ളി നമ്മളെ മസാല മൊത്തം ഇതിലേക്ക് പിടിക്കില്ല. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സ്പൂണിൽ കുറച്ച് ഉള്ളിയും പിന്നെ മല്ലിയിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് കുറച്ച് എടുക്കാം. ഈ മുട്ടയുടെ മിക്സിങ് എടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിലൊന്ന് മസാല എല്ലാ ഭാഗത്തേക്കും എത്തുകയും ചെയ്തു, നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയും ചെയ്തോളും. അപ്പോൾ ഒരു ഭാഗം ആവുന്ന സമയത്ത് ഒന്നിങ്ങ് തിരിച്ച് മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് കുക്കായി കിട്ടിക്കോളും. അപ്പോൾ ഒന്നിങ്ങ് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറം ഭാഗത്തും കൂടി ഒന്ന് ഇതുപോലെ ഒന്നിങ്ങ് മസാല അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അതിങ്ങ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 2 ഭാഗത്ത് നമ്മുടെ മുട്ട മിക്സ് കറക്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഓംലേറ്റ് പോലെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയും ചെയ്തോളും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സിമ്പിളാണ്, കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുകയും ചെയ്യുമല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഈവനിങ് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കണം തോന്നുകയാണെങ്കിൽ ബ്രെഡും മുട്ടയുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയുകയും ചെയ്യും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊന്ന് ഒട്ടിപ്പിടിക്കുക, നല്ല സെറ്റായിട്ട് കിട്ടുകയും ചെയ്തോളും. അപ്പോൾ ഇതാ 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ആ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിനേക്കാളും നല്ല കിഡിലൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്